ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഇത്? എന്തിനാ ഇതൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നേ? അത് പിന്നെ അലമാരയിൽ ഈ ഫയലിരിക്കുന്ന കണ്ടപ്പോ വെറുതെ ഒരു കൗതുകത്തിനെടുത്ത് നോക്കിയതാ. ഹലോ ശിശിരേ. രാജുവേട്ടൻ തിരക്കിലാണോ? തിരക്കുണ്ട്. എന്താ പ്രശ്നം? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇപ്പൊ ഡ്യൂട്ടിയിലാണ്. അത് കഴിയട്ടെ. അയ്യടാ ഒരു പുന്നാരം. ഞാനിപ്പോ ശൃംഗരിക്കാൻ വേണ്ടി വിളിച്ചൊന്നും അല്ല. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. താൻ കാര്യം പറ. അവൾക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയോന്ന് എനിക്കൊരു സംശയം. ആർക്ക്? ആ സംവൃതയ്ക്ക്. എന്താ തനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? പഴയ പല കാര്യങ്ങളും അവൾ അന്വേഷിച്ചു തുടങ്ങി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സംവൃതയുടെ പഴയ ട്രീറ്റ്മെന്റിന്റെ ഫയലുകളാ അവളെടുത്ത് നോക്കിയത്. ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ മറവിയിലാക്കി കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ അവൾ എന്തിന് വീണ്ടും എടുത്ത് നോക്കണം? നിന്റെ അമ്മ തന്നെയല്ലേ അതെല്ലാം എടുത്ത് അവളുടെ അലമാര വെച്ചത്. അവള് സമൃദ്ധ തന്നെയാണെന്ന് അവളെ വിശ്വസിപ്പിക്കാൻ. ഇപ്പം അത് തന്നെ തിരിച്ചടിയും അറിയോ? ഇതൊക്കെ എന്തിനാ ഇപ്പൊ എടുത്ത് നോക്കുന്നെന്ന് ചോദിച്ചപ്പോ അവൾ ആകെ ഒന്ന് പരിഭ്രമിച്ചു. വെപ്രാളത്തോടെ അതെല്ലാം എടുത്ത് അലമാരെ കൊണ്ട് തിരിച്ചു വെക്കുകയും ചെയ്തു. നീ പറയുന്ന സത്യമാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവളുടെ സ്വന്തം പേരും നാടും പഴയ ഓർമ്മകളും അവക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതിനും മറുപടി പറയേണ്ടി വരും. ചിലപ്പോ നിന്റെ ചേട്ടൻ വക്കീലും നീയും അമ്മയെല്ലാം ജയിലിൽ കിടക്കേണ്ടി വരും. അതെന്തിനാ ഞങ്ങള് ജയിലിൽ പോയി കിടക്കുന്നേ? താൻ വിചാരിക്കുന്ന പോലല്ല, ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. യഥാർത്ഥ വിവരം മറച്ചുവെച്ച് അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട ഒരാളെ മറ്റൊരാളായി ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് BNS 318-322 എന്നിവ പ്രകാരം കുറ്റവാളിയാണ്. ഇനി ആ വീട്ടിൽ ഒരാൾ തന്നെയാണ് ആക്സിഡന്റ് വരുത്തിയെങ്കിൽ സെക്ഷൻ 108 കൂടി വരും. അതുമാത്രമല്ല, അവളുടെ യഥാർത്ഥ കുടുംബത്തെ കണ്ടെത്താൻ പോലും അനുവദിക്കാതെ വർഷങ്ങളോളം തടവിൽ വച്ചു എന്നൊരു കുറ്റവും കൂടി ചേർക്കേണ്ടി വരും. സെക്ഷൻ 140, 141, 143. മനസ്സിലായോ? ഇതെല്ലാം കൂടി പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്ന എന്തിനാ? ഞാൻ പേടിപ്പിച്ചല്ല, സത്യം പറഞ്ഞാണ്. ഓർമ്മ നഷ്ടപ്പെട്ട ഒരാളെ അവളുടെ യഥാർത്ഥ കുടുംബത്തെ മറച്ചുവെച്ച് മരിച്ച മകളെന്ന വ്യാജേന വീട്ടിൽ താമസിപ്പിക്കുന്നത് പൂർണ്ണമായി ക്രിമിനൽ കുറ്റമാണ്.